വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. രക്ഷിച്ചതിന് കൂലി ചോദിക്കുന്നത് വെല്ലുവിളിയാണ്. ഇത് മനുഷ്യത്വരഹിതമായ സമീപനവും മര്യാദകേടുമാണ്. രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെടുന്ന കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ദുരന്ത നിവാരണ ഫണ്ട് ഇതുവരെയും നൽകിയിട്ടില്ലെന്ന് മന്ത്രി TCVയോട് പറഞ്ഞു. വിമാന സർവീസിന് പണം ചെലവഴിച്ചാൽ വ്യോമയാന മന്ത്രാലയം ആ പണം ഈടാക്കേണ്ടത് സംസ്ഥാനത്ത് നിന്നല്ല, ഈ STRF ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടുന്ന ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവുക. നെഞ്ചു പൊളിഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഈ ദുരന്തത്തിൽ ആളുകളെ രക്ഷിച്ചതിന്റെ കൂലി കൊടുക്കണം, വിമാനത്തിന്റെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംസ്ഥാനത്ത് മര്യാദകേടാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമായി പോയി കേന്ദ്രത്തിൻ്റെത് എന്നതാണ് ഇപ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ചൂരൽമലയിലെ ദുരന്തമുണ്ടായി 4 മാസക്കാലം കഴിഞ്ഞിട്ടും കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പണം അഡീഷനായി ലഭിക്കണം എന്ന ആവശ്യം നിറവേറ്റിയില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായി അവിടുത്തെ ദുരന്ത ബാധിതർക്ക് ദേശസാൽകൃത ബാങ്കുകളിലുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചൂരൽമലയിലെ മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന സർക്കാരിന്റെ രണ്ടാമത്തെ ആവശ്യം ഇതുവരെയും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതിന് രണ്ടിനും 1 രൂപ പോലും കേന്ദ്ര ഗവൺമെന്റിന് ചെലവുള്ളതല്ല. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം പണം ആവശ്യപ്പെട്ട വിവരവും അറിയിക്കാനാണ് തീരുമാനം. നിലവിൽ ഈ തുക നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യമാണെന്ന് കേന്ദ്രത്തെയും അറിയിക്കും. കേരളം യഥാർത്ഥത്തിൽ ദീർഘകാലമായി പറഞ്ഞ ഒരു കാര്യം, കേന്ദ്രം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സേവനങ്ങളുടെ ചാർജ് കേന്ദ്രം തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന അവകാശം കേരളത്തിന് ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരെ പോകും. അതിനുവേണ്ടി കേരളം തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തും, കോടതിയെ ബോധ്യപ്പെടുത്തും. ഓപ്പൺ കോടതിയിൽ 100 രൂപയ്ക്ക് ചില്ലറയുണ്ട് എന്ന് ചോദിച്ചാൽ 100 രൂപയ്ക്ക് ചില്ലറയുണ്ട്, പക്ഷെ തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനമാണ് കേന്ദ്രം എടുക്കുന്നത് എന്ന് പോലും കോടതി പറഞ്ഞു. കോടതിയുടെ മുമ്പാകെയും ഈ കാര്യം ബോധ്യപ്പെടുത്തും. അതേസമയം വകുപ്പുകൾ തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴത്തെ നടപടിക്ക് പിന്നിലെന്നാണ് ചിലർ ആക്ഷേപമുന്നയിക്കുന്നത്. അങ്ങനെയൊരു വകുപ്പ് തല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നടത്താൻ പറ്റിയ ഇടം ഡൽഹിയാണെന്നും മന്ത്രി പ്രതികരിച്ചു. TCV ന്യൂസ്, തൃശൂർ.